ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഉണ്ണിത്താൻ വക്കീല് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ അവിടേക്ക് നിരഞ്ജന കയറി വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്? അപ്പോൾ ഉണ്ണിത്താൻ, നീ ഇപ്പോൾ സ്വയം കേസ് ഏറ്റെടുക്കാനും തുടങ്ങിയല്ലേ? തമ്പിക്കെതിരെ എന്ത് ധൈര്യത്തിലാ നീ വക്കാലത്ത് ഏറ്റെടുത്തത്? എന്നോടൊരു വാക്ക് നീ ചോദിച്ചോ? വീണ്ടും തന്നിഷ്ടം കാണിച്ചിറങ്ങി പുറപ്പെടാനാണോ നിന്റെ പ്ലാൻ? ഇതൊക്കെ കേട്ടിട്ടും മറുപടി ഒന്നും പറയാതെ നിരഞ്ജന നിൽക്കുമ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, നിരഞ്ജനെ വേണ്ട, നീ ആ കേസ് വാദിക്കുന്നില്ല. അച്ഛാ, ഞാൻ കേസ് ഏറ്റെടുത്തത് വാദിക്കാൻ തന്നെയാണ്. ഇല്ല, എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നീ ആ കേസ് വാദിക്കില്ല. അച്ഛാ, അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ എനിക്ക് ആ കേസ് വാദിക്കണം. ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് പണ്ടേ തമ്പി എന്നോട് പറഞ്ഞതാ. അയാളെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമം അബിയും ജാനകിയും തുടങ്ങിയപ്പോൾ തന്നെ അയാൾ എന്നോട് പറഞ്ഞിരുന്നു. തമ്പിക്ക് അപ്പോൾ തന്നെ ഞാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ടിപ്പോൾ എൻ്റെ മകൾ തന്നെ ആ കള്ളക്കേസ് ഏറ്റെടുത്താൽ തമ്പിയുടെ മുൻപിൽ പിന്നെ ഞാൻ ആരായി? തമ്പിയുമായി ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഇപ്പോൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, തമ്പിയെ വെറുപ്പിക്കുവാൻ തൽക്കാലം എനിക്ക് പറ്റില്ല. അബിയുടെയും ജാനകിയുടെയും വലയിൽ ഉണ്ണിത്താൻ്റെ മകൾ പോയി വീഴരുത്. നമുക്കിങ്ങനൊരു കേസ് വേണ്ട. അപ്പോൾ നിരഞ്ജന, അത് അപകീർത്തി ഉണ്ടാക്കുവാൻ കെട്ടിച്ചമച്ചൊരു കേസല്ലച്ചാ. തുടർന്ന് കയ്യിലിരുന്ന ഫയൽ കാട്ടിക്കൊണ്ട് പറയുകയാണ്, ദേച്ചാ, അച്ഛൻ ഈ ഫയലൊന്ന് നോക്ക് പ്ലീസ്. ഇത് പറഞ്ഞിട്ട് ഉണ്ണിത്താൻ്റെ കയ്യിലേക്ക് നിരഞ്ജന ആ കേസ് ഫയൽ കൈമാറുകയാണ്. തുടർന്ന് നിരഞ്ജന പറയുകയാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് തമ്പിയുടെ ക്രൂരതയ്ക്കിരയായ ആ സ്ത്രീ ഇപ്പോഴും ജീവനോടിരിപ്പുണ്ട്. ആ കേസ് ഫയലെല്ലാം പരിശോധിച്ചതിനു ശേഷം ഉണ്ണിത്താൻ ചോദിക്കുകയാണ്, മൈ ഗോഡ്, ഇതിൽ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അപ്പോൾ നിരഞ്ജന, സത്യങ്ങളാണ്. ജാനകിയുടെ അച്ഛൻ തമ്പിയാണെന്നോ? അതെ അച്ഛാ, സത്യമാണ്. പക്ഷേ അച്ഛൻ ഈ സത്യം പുറത്തു വിടരുത്. ജാനകി ഇടത്തിയുടെ അമ്മ ഇപ്പോൾ ഏട്ടത്തിയുടെ കൂടെയുണ്ട്. അവരുടെ ഫോട്ടോയാണ് ഈ ഫയലിലുള്ളത്. ഉടനെ ഉണ്ണിത്താൻ വക്കീല് രാധാമണിയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിരഞ്ജന പറയുകയാണ്, ജാനകി ഇടത്തിയുടെ അമ്മയാണ് അച്ഛാ ഇത്, രാധാമണി വരസ്യർ. ഇതൊക്കെ കണ്ട് അവിശ്വസനീയതയോടുകൂടി ഉണ്ണിത്താൻ വക്കീല് നിൽക്കുമ്പോൾ നിരഞ്ജന പിന്നിൽ നിന്നുകൊണ്ട് വീണ്ടും പറയുകയാണ്, അച്ഛൻ ഈ സത്യങ്ങളൊക്കെ തമ്പിയെ വിളിച്ചു പറയുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇതൊക്കെ അച്ഛനോട് പറയുവാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. ജാനകി ഇടത്തി എല്ലാവരിൽ നിന്നും ഒളിച്ചു വെച്ച സത്യങ്ങളാണിത്. അച്ഛൻ ഈ വിവരങ്ങൾ തമ്പിയെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു മകള് അച്ഛനുണ്ടാവില്ല. എനിക്ക് ജാനകി ഇടത്തിയെ ഫേസ് ചെയ്യാനും കഴിയില്ല. ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും. ഇത് കേട്ടുകൊണ്ട് ഉണ്ണിത്താൻ വക്കീല് നിരഞ്ജനയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ നിരഞ്ജന വീണ്ടും പറയുകയാണ്, എൻ്റെ അച്ഛനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പാവം അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണമച്ചാ. പക്ഷേ അത് എന്നെക്കൊണ്ട് മാത്രം കഴിയുന്നൊരു കാര്യമല്ല. അതിനുവേണ്ടി അച്ഛൻ്റെ അനുഗ്രഹവും പിന്തുണയും എനിക്ക് ആവശ്യമുണ്ട്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഇത് പറഞ്ഞ് ഉണ്ണിത്താൻ വക്കീലിൻ്റെ പാദത്തിൽ തൊട്ട് നിരഞ്ജന നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ നിരഞ്ജനയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അച്ഛാ, അച്ഛൻ എൻ്റെ കൂടെ നിൽക്കില്ലേ? ഒരു ചതിയനാണോ അച്ഛന് വലുത്? ഈ കേസ് എനിക്ക് വാദിച്ചു ജയിക്കണമച്ചാ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിത്താൻ വക്കീല് മെല്ലെ തൻ്റെ വലതുകരമുയർത്തി നിരഞ്ജനയുടെ തലയിലേക്ക് വെച്ച് തന്നെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജനയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, മോളെ, മുൻപോട്ട് പോയിക്കോ. ഇനി അച്ഛന് എതിർത്തൊന്നും പറയാൻ കഴിയില്ല. അച്ഛൻ കൂടെ തന്നെയുണ്ട്. ഉടനെ ഒരു വിതുമ്പലോടെ തലയിൽ നിന്നും ആ കൈയെടുത്ത് തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നിരഞ്ജന പറയുകയാണ്, താങ്ക്സ് അച്ഛാ. അച്ഛൻ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇനി എൻ്റെ അച്ഛൻ്റെ മുൻപിൽ നിന്നാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. ഇത് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അപ്പോൾ തന്നെ വിതുമ്പിക്കൊണ്ട് നിരഞ്ജന ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് അളകാപുരിയിൽ ഇരുന്നു കൊണ്ട് നിരഞ്ജന എന്തൊക്കെയോ കേസിൻ്റെ പേപ്പറുകൾ നോക്കുകയും അതിൽ കുത്തിക്കുറിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് വലിയ ദേഷ്യത്തോടുകൂടി അപർണ മുകളിൽ നിന്നും താഴേക്ക് ഓടി ഇറങ്ങി വന്ന് നിരഞ്ജനയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ തട്ടിപ്പറിക്കുകയും നിരഞ്ജനയുടെ മുഖത്തേക്ക് കോപം ജ്വലിക്കുന്ന മുഖത്തോടെ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുകയാണ്. ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് നിരഞ്ജന ചോദിക്കുന്നുണ്ട്, അപർണ, നീ എന്തായി കാണിക്കുന്നത്? ആ ഫയലിങ് തന്നെ. ഉടനെ തന്നെ അപർണ ആ ഫയല് 3-4 കഷ്ണങ്ങളായിട്ട് വലിച്ചു കീറി എറിയുകയാണ്. എന്നിട്ട് അപർണ നിരഞ്ജനയോട് പറയുകയാ, ഇവിടെ വന്നു കയറിയ മരുമക്കളിൽ ഏറ്റവും പാവം നീയാണെന്ന് തെളിയിച്ചു. ശുദ്ധാത്മാവിനെ പോലെ അഭിനയിച്ചു. പക്ഷേ നീ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിടി. അപർണ വില്ലത്തി, ജാനകി നന്മയുടെ നിറകുടം. ഇതല്ലേ വെപ്പ്? നീ ആരാണെന്നോ 2 ആടുകളെ കൂട്ടിയിടിപ്പിച്ച് അവരുടെ ചോര കുടിക്കുന്ന ചെന്നായ. ഉടനെ നിരഞ്ജന പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് എൻ്റെ തൊഴിലാണ് അപർണ. ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ 2 ഭാഗമായി തിരിഞ്ഞ് വാദമുണ്ടാകും അവിടെ. അതറിയാതെയാണോ നീ ഈ കരി തുള്ളുന്നത്?
ജാനകി ഇടത്തിയുടെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തതേ ഞാൻ ഒരു അഡ്വക്കറ്റ് ആയതുകൊണ്ടാണ്. എടി, കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേടി നീ ഈ വക്കാലത്ത് ഏറ്റെടുത്തത്? പണം മാത്രമാണോ നിനക്ക് മുഖ്യം? അങ്ങനെയാണെങ്കിൽ നീ പറ, ജാനകി തരുന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തരും. ഈ കള്ളക്കേസിൽ എൻ്റെ അച്ഛൻ ഒരു ചിത്രം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ജാനകിയും ഞാനും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, ഏടത്തിയും അനിയത്തിയും തമ്മിൽ എന്ത് ഫൈറ്റ്? അവളോ എൻ്റെ ഏടത്തി? ഇനി ആ വാക്ക് നീ മിണ്ടിപ്പോകരുത്. നിരഞ്ജന, നീ ഇതിലൊന്നും പിന്മാറണം. ബന്ധങ്ങളുടെ വിലയറിയാത്തൊരു സ്ത്രീയുടെ മുൻപിൽ കീഴടങ്ങിക്കൊടുക്കാൻ നിനക്ക് നാണമില്ലേ? കുടുംബത്തിൽ പിറന്നൊരു പെണ്ണാണ് നീ. അച്ഛൻ്റെ വില എന്താണെന്ന് ജാനകിക്ക് അറിയില്ല. പക്ഷേ അച്ഛൻ്റെ വില അറിയുന്നവരാണ് ഞാനും നീയും. നാളെ നിന്റെ അച്ഛൻ്റെ നേരെ ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ചൊരു കേസ് ഉണ്ടാവില്ല എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അതിനൊരു സ്ത്രീയെ നിന്റെ അച്ഛൻ്റെ ശത്രുക്കൾ രംഗത്തിറക്കിയാലോ? അപ്പോൾ നിരഞ്ജന, അവർ കൊണ്ടുവരട്ടെ അപർണ. ഞാൻ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടും. അച്ഛൻ തെറ്റുകാരനാണെങ്കിൽ അച്ഛൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എടി, എൻ്റെ അച്ഛൻ തെറ്റുകാരനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസം കോടതിയിലാണ്. എടി, നീ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയൊരു പെണ്ണായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യസന്ധതയുടെ ഒരു കണിക പോലും നിന്നിലില്ല. ജീവിതം എന്താണെന്ന് നിനക്കറിയില്ല. സ്വന്തം ഭർത്താവിൻ്റെ മനസ്സ് തിരിച്ചറിയാത്ത നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിയും? അതെ, ഞാൻ അതിലൊക്കെ വിഡ്ഢി തന്നെയാണ്. എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് എനിക്ക് തിരിച്ചറിയില്ല. അയാളും ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധവും എനിക്കറിയില്ല. നിരഞ്ജന വിഡ്ഢി തന്നെയാണ്. നീ മാത്രം ബുദ്ധിമതി. പക്ഷേ വേണ്ടെന്ന് വെച്ചാൽ ഒരു കോലുകൊണ്ട് തോണ്ടിക്കളയാവുന്ന ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ഒരു കുഞ്ഞുകൂടി ഇല്ലെങ്കിൽ അതങ്ങ് എളുപ്പത്തിലാവും. പക്ഷേ അപർണേ, രക്തബന്ധം അങ്ങനെ ഒന്നുമല്ല. നീ എന്നെ വിഡ്ഢി എന്ന് വിളിച്ചില്ലേ? വിഡ്ഢി ഞാനല്ല, നീയാണ്. നിർത്തടി, നിനക്കെല്ലാം കണ്ട് ആനന്ദിക്കണം. പണ്ടേ നീ അങ്ങനെ തന്നെയാണ്. നീ ഒരു മാനസിക രോഗിയാണെന്ന് തെളിയിച്ചവളാണ്. അല്ലെങ്കിൽ പിന്നെ വിവാഹ മണ്ഡപത്തിലേക്ക് വന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുമോ? ദേ, നീ ഓർത്തു വെച്ചോ, ഈ കളി അത് നിന്റെ ആത്മഹത്യയിലെ അവസാനിക്കൂ. ആ കാലമൊക്കെ കഴിഞ്ഞു അപർണേ. നീ പറഞ്ഞില്ലേ എനിക്ക് മാനസിക രോഗമാണെന്ന്? അത് മൂർച്ഛിച്ചു കഴിഞ്ഞു. നീ അങ്ങനെ കരുതി എന്നെ ഒന്ന് വിട്ടേക്ക്. എന്നിട്ട് അപർണ ചോദിക്കുകയാണ്, നിനക്കറിയുവോ നിന്റെ അച്ഛൻ പിച്ചു ചീന്തിയ ആ സ്ത്രീ ആരാണെന്ന്? ഇത് കേട്ടുകൊണ്ട് അപർണ ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ വീണ്ടും നിരഞ്ജന, ആ സ്ത്രീ ഇപ്പോൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നിനക്കറിയുവോ? കേട്ടതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നീ അന്വേഷിച്ചോ? ഇത്രയും കേട്ടപ്പോഴേക്കും അപർണ പൊട്ടിത്തെറിച്ചുകൊണ്ട്, ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോടി എന്ന് ചോദിച്ച് നിരഞ്ജനയുടെ കരണ താഞ്ഞടിക്കുകയാണ്. പക്ഷേ നിരഞ്ജന ആ കയ്യിൽ കയറി ബലമായി പിടിക്കുന്നു. നിരഞ്ജന കയ്യിൽ മുറുകെ പിടിച്ചപ്പോഴേക്കും വേദനയോടെ അപർണ പറയുക, വിടറി വിടറി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നിരഞ്ജന പറയുക, അടങ്ങി നിൽക്കടി അവിടെ. അച്ഛനെ ആരാധിക്കുന്ന പുന്നാര മോളെ, നിന്റെ അച്ഛന് വേറെ എത്ര മക്കളുണ്ടെന്നുള്ള കാര്യം അറിയുമോ നിനക്ക്? ഇത്രയും കേൾക്കുകയും പെട്ടെന്ന് കുതറി കൈ വിടുവിച്ചിട്ട് അപർണ നിരഞ്ജനയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഡി, നീ ഇപ്പോൾ ആരെക്കുറിച്ചാ പറഞ്ഞതെന്ന് നിനക്കറിയുമോ? എൻ്റെ അച്ഛനെക്കുറിച്ചാണ് നീ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് നിരഞ്ജനയുടെ കഴുത്തിൽ അമർത്തി ഞെരിക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും കൂടി പരസ്പരം പിടിവലി നടത്തുന്ന സമയത്ത് സെർവന്റ് ഓടി വരികയാണ്. അപർണ, നിരഞ്ജന, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? വിട്ടേ, മാറിക്കേ എന്ന് പറഞ്ഞ് ഇരുവരെയും പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് ജോലിക്കാരി ചോദിക്കുകയാണ്, നാണമില്ലേ നിങ്ങൾക്ക്? വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? തെരുവിൽ തല്ലുണ്ടാക്കുന്ന പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയല്ലോ. അപ്പോൾ അപർണ, എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കണോടി. തുടർന്ന് സൂര്യനാരായണന്റെ ആ വലിയ ഫോട്ടോയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ഇതും ഒരച്ഛനല്ലേ? ഇയാളെ പറഞ്ഞാൽ ഇയാളുടെ മക്കൾ സഹിക്കുവോ? ഉടനെ നിരഞ്ജന പറയുക, എടി, നിന്റെ അച്ഛനെ പോലെ ജീവിച്ചിരുന്ന ആളല്ലടി ഇദ്ദേഹം. ഇത് കേൾക്കുകയും അപർണ നിരഞ്ജനയുടെ നേരെ എടി എന്ന് വിരൽ ചൂണ്ടി മുൻപോട്ടെടുക്കുമ്പോൾ, നീ ഒന്ന് പോടി എന്ന് നിരഞ്ജന പറയുക. നിന്നെ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപർണ അവിടുന്ന് പിൻപിലേക്ക് മാറി സൂര്യനാരായണന്റെ ഭിത്തിയിൽ തൂക്കിയിരുന്ന ആ വലിയ ചിത്രം അത് വലിച്ചൂരിയെടുത്ത് താഴേക്ക് എറിയുകയാണ്. ഇത് കണ്ടുകൊണ്ട് അപർണയെന്ന് വിളിച്ചുകൊണ്ട് നിരഞ്ജന വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിരഞ്ജനയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് കോപത്തോടെ അപർണ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. തുടർന്ന് വേഗം നിരഞ്ജന ചെന്നിട്ട് താഴെ കിടക്കുന്ന സൂര്യനാരായണന്റെ ഫോട്ടോ എടുത്ത് വീണ്ടും ഭിത്തിയിലേക്ക് തൂക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ കൂപ്പ് കൈകളോടെ നിന്നിട്ട് പറയുകയാണ്, അച്ഛാ, അച്ഛൻ ക്ഷമിക്ക്, അവൾക്ക് ഒന്നും അറിയില്ലല്ലോ അച്ഛാ. തുടർന്ന് കാണുന്നത് ചന്ദ്രകാന്തത്തിലെ കാഴ്ചയാണ്. ജാനകി തനിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അബ്ബിയും പൊന്നും കൂടി ചെല്ലുകയാണ്. തുടർന്ന് പൊന്നു ജാനകിയോട് പറയുകയാണ്, അമ്മേ, നമുക്ക് അമ്മമ്മയും കൊണ്ട് അളകാപുരിയിലേക്ക് പോകാം. അച്ഛൻ പറഞ്ഞത് അമ്മ സമ്മതിച്ചാൽ പോവാമെന്നാണ്. നമുക്ക് വീട്ടിൽ പോവാമേ. ഇവിടെ നിന്നിട്ട് പൊന്നുവിന് ഒരു രസവും ഇല്ല. പൊന്നുവിന് സ്കൂളിൽ പോകണം. അപ്പോൾ ജാനകി പൊന്നുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, അതെ, നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ വീട്ടിൽ പൊക്കോ.
നിന്നെ ആരും ഇവിടെ തടഞ്ഞു വെച്ചിട്ടില്ല. അബിയേട്ടാ, നാളെ തന്നെ പൊന്നുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക് കേട്ടോ. അപ്പോൾ നിനക്ക് സ്കൂളിലും പോകാം. പക്ഷേ അച്ചമ്മ അവിടെ ഇല്ലെന്ന് ഓർമ്മ വേണം. ഉടനെ അബി പറയുകയാണ്, അതിന് അച്ചമ്മ എന്തിനാണ്? പൊന്നുവിന് കൂട്ടിന് അപർണ ചെറിയമ്മയില്ലേ? ഇത് കേട്ടുകൊണ്ട് അബിയുടെ മുഖത്തേക്ക് പൊന്നു ഒന്ന് നോക്കിയിട്ട് ജാനകിയോട് പറയുകയാണ്, പൊന്നു അമ്മയോട് പിണങ്ങി. ഇത് പറഞ്ഞിട്ട് പൊന്നു ഇറങ്ങി അങ്ങ് പോവുകയാണ്. തുടർന്ന് ജാനകി അബിയോട് പറയുകയാണ്, അബിയേട്ടൻ അവളോട് വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടല്ലേ അവളിപ്പോൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ജാനകി, കേസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തുടരുന്ന കാര്യത്തെപ്പറ്റി നാം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. അളകാപുരി അച്ഛൻ നമ്മുടെ പേരിൽ എഴുതി വെച്ച വീടാണ്. നമുക്ക് അമ്മയും മുത്തശ്ശിയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അമ്മയ്ക്ക് അത് ഗുണം ചെയ്യില്ലേ? ഇനി നമ്മൾ ആരെ പേടിക്കാനാണ്? നമ്മളിവിടെ ഉണ്ടെന്ന് തമ്പിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്തിനാണോ ഇവിടേക്ക് വന്നത് അതിൻ്റെ സാധ്യത അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജാനകി പറയുകയാണ്, നമുക്ക് അളകാപുരിയിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷേ കേസൊന്ന് കോടതിയിലേക്ക് എത്തിക്കോട്ടെ. അതിനുള്ള സമയം എനിക്ക് അബിയേട്ടനൊന്ന് താ. അപ്പോൾ അബി, ഞാൻ തടസ്സം പറയുകയല്ല. അവിടെയാകുമ്പോൾ അപർണയുടെ ആക്രമണത്തിനുള്ള മുന കൂടും. അതുകൊണ്ട് തന്നെ അവളെ തകർക്കുവാൻ കഴിയുന്ന ബ്രഹ്മാസ്ത്രവും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വേണം അവളുടെ ആക്രമണത്തിൻ്റെ മുൻപിൽ നിന്നുകൊടുക്കാൻ. അപ്പോൾ ജാനകി പറയുകയാണ്, വേണ്ട അബിയേട്ടാ, അവളുടെ മുൻപിൽ ഞാൻ തമ്പിയുടെ സന്തതിയായിട്ട് നിന്ന് വേണ്ട എനിക്ക് ഈ കേസ് ജയിക്കാൻ. ആ സത്യം പുറത്തുവിടേണ്ടത് അമ്മയായിരുന്നു. പക്ഷേ വെറുക്കപ്പെട്ട ആ സത്യം ലോകം തിരിച്ചറിയരുതെന്ന് ദൈവം ഒരുപക്ഷെ കരുതി കാണും. അതാകും അമ്മ മൗനം പാലിക്കുന്നത്. അപ്പോൾ അബി പറയുകയാണ്, അധികം വൈകാതെ തന്നെ തമ്പി ഇതൊക്കെ ഊഹിച്ചെടുക്കും. ആരോടും പറയാതെ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച് ഓടേണ്ടിയും വരും. അതും ഒരു ശിക്ഷ തന്നെയാണ്. അബിയേട്ടാ, അയാൾക്ക് ആ ഒരു ശിക്ഷ ഒന്നുമാവില്ല. മൃഗത്തിന് എന്ത് വികാരമാണുള്ളത്? എനിക്ക് ഈ കേസിൽ ജയിച്ചേ പറ്റൂ. തോറ്റുപോയാൽ പിന്നെ ഞാൻ ഇല്ല അബിയേട്ടാ. അപ്പോൾ അബി വീണ്ടും പറയുകയാണ്, ഉണ്ണിത്താൻ സാറിൻ്റെ പിന്തുണ ഇപ്പോൾ നിരഞ്ജനയ്ക്കുണ്ട്. ഇപ്പോഴാണ് എനിക്ക് അവളിൽ പൂർണ്ണ വിശ്വാസം വന്നത്. നീ ജയിക്കും ജാനകി, നമുക്ക് തന്നെയാവും അന്തിമ വിധി. ഇത് കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ ജാനകി അബിയുടെ മാർവിലേക്ക് അങ്ങനെ തല ചായ്ക്കുകയാണ്. തുടർന്ന് കാണുന്നത് അപർണ തൻ്റെ അച്ഛനുമായി ഫോണിൽ സംസാരിക്കുന്ന കാഴ്ചയാണ്. അച്ഛൻ പറയുന്നത് സത്യമാണോ എന്ന് അപർണ ചോദിക്കുമ്പോൾ തമ്പി പറയുകയാണ്, അതേടി മോളെ, ഉണ്ണിത്താൻ വാക്കുമാറിയെന്ന് മാത്രവുമല്ല, അയാളുടെ മോളുടെ കൂടെ നിൽക്കുവാനുള്ള തീരുമാനവും അറിയിച്ചു. ഉണ്ണിത്താൻ മോളുടെ കൂടെ കൂടിയാൽ കേസ് ഉണ്ണിത്താൻ വാദിക്കുന്നതിന് തുല്യമാണ്. കള്ളക്കേസിൽപ്പെട്ട് മോളെ അച്ഛൻ അകത്ത് പോവോടി. കള്ളസാക്ഷികളെ ഉണ്ടാക്കാൻ മിടുക്കനാണ് ആ ഉണ്ണിത്താൻ. അപ്പോൾ അപർണ, നമുക്ക് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോച്ചാ? തോറ്റടി മോളെ, തോറ്റു. വീണ്ടും ജയിലിൽ കിടക്കാനാ അച്ഛൻ്റെ വിധി. ഇത് പറഞ്ഞ് തമ്പി അപർണയുടെ മുമ്പിൽ വാവിട്ട് നിലവിളിക്കുകയാണ്. ഉടനെ അപർണ പറയുകയാണ്, അച്ഛാ, അപർണ ജീവിച്ചിരിക്കുമ്പോൾ അത് ഞാൻ സമ്മതിക്കില്ല അച്ഛാ. അച്ഛൻ ഈ കരച്ചിലൊന്ന് നിർത്ത്. അപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് തമ്പി പറയുകയാണ്, മോളെ, നീ ഒരു വക്കീലിനെ ഉടനെ കണ്ടുപിടിക്കണം. ഉണ്ണിത്താൻ വക്കീലിനേക്കാൾ മിടുക്കനായ ഒരാളെ. അപ്പോൾ അപർണ പറയുകയാണ്, അച്ഛൻ ഒരു വക്കീലിനെ തേടിപ്പോണ്ട, വക്കീലിനെ ഞാൻ കൊണ്ടുവരും. ഇത് അളകാപുരിയുടെ സർവനാശത്തിനുള്ള മണിമുഴക്കമായിട്ട് അച്ഛൻ കരുതിയാൽ മതി. അപ്പോൾ ഒരു ഞെട്ടലോടെ തമ്പി ചോദിക്കുകയാണ്, ആരാടി മോളെ അത്രയും വലിയ വക്കീല്? എന്നു മാത്രം മോളിയിട്ട് അപർണ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്നത് അജയുടെ മുറിയുടെ വാതിൽക്കലേക്ക് പാതിരാത്രിയിൽ അപർണ ചെല്ലുകയാണ്. ഡോറിൽ മെല്ലെ കൊട്ടുമ്പോൾ അജയ് അമ്പരപ്പോടുകൂടി ആരാണ് ഈ നേരത്ത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ കതവിന് നേരെ നോക്കുകയാണ്. തുടർന്ന് അല്പനേരം ശങ്കിച്ചു നിന്നതിന് ശേഷം മെല്ലെ മുൻപോട്ട് ചെന്ന് കതവ് തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് അപർണ മുറിക്കകത്തേക്ക് കയറുന്നു. അതിനുശേഷം കതവ് അകത്തു നിന്ന് ലോക്ക് ചെയ്യുകയാണ്. അപർണയെ പാതിരാത്രിയിൽ തൻ്റെ മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടുകൊണ്ട് ഒരു ഞെട്ടലോടെ അജയ് ചോദിക്കുകയാണ്, അല്ല, എന്താണ് അപർണ, എന്താണ് ഈ നേരത്ത്? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അജയ്. അപ്പോഴാ നിന്റെ മുഖമോർത്തത്. ഒരു പരിഭ്രമത്തോടെ അജയ് ചോദിക്കുകയാണ്, എന്താ അപർണേ? അപ്പോൾ അപർണ, ജീവിതത്തിൽ ഒരു പുരുഷൻ എന്ന നിലയിൽ എന്നെ ആദ്യമായി ചതിച്ചത് നീയാണ്. അപർണയുടെ ലൈഫിലെ ആദ്യ തിരിച്ചടിയും അതായിരുന്നു. വിവാഹ സ്വപ്നങ്ങളും താലോലിച്ച് നാളുകളായിട്ടുള്ള കാത്തിരിപ്പ്, അതിൻ്റെ ഒരുക്കങ്ങൾ, കൂട്ടുകാരികളുടെ കളിയാക്കലുകൾ, പർച്ചേസ്. ഒരു പെണ്ണിനും ആ കാലമൊന്നും മറക്കാനാവില്ല. ഹൽദിയെങ്കിലും അജയ് ഓർക്കുന്നുണ്ടോ? അതോർക്കാതിരിക്കില്ല. അജയ്ക്ക് പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു. ഒടുവിൽ അജയ്യോടുള്ള പക അതെനിക്ക് സഹതാപമായി മാറി. ഞാൻ രക്ഷപ്പെടുകയാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഒരമ്പരപ്പോടെ ഒന്നും മനസ്സിലാകാതെ അജയ് ചോദിക്കുകയാണ്, അല്ല, അപർണ ഈ നേരത്ത് വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല? ഉടനെ അപർണ തൻ്റെ കയ്യിലിരുന്ന വക്കീൽ നോട്ടീസ് എടുത്ത് അജയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അജയ് അതിനകത്തുകൂടി വേഗത്തിൽ കണ്ണോടിച്ചിട്ട്, അല്ല, ഇത് മനസ്സിലായില്ലേ?
അച്ഛനെതിരെ 25 വർഷങ്ങൾക്ക് ശേഷം ഒരു രാധാമണി വാരസ്യർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. പിന്നെ വെറും കേസല്ല, റേപ്പ്. കേസിന്റെ നടത്തിപ്പുകാരി ജാനകിയാണ്. വിവരങ്ങളൊക്കെ അജയ് അറിഞ്ഞിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അച്ഛനെതിരെയുള്ള നീക്കങ്ങളല്ല ജാനകി അബിയും കൂടി നടത്തുന്നത്. എൻ്റെ നേരെയുള്ള ഒളിയാക്രമണമാണ്. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, അല്ല, എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ വെച്ച് എന്തിന് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യണം? ഞാൻ അതാണ് ആലോചിക്കുന്നത്. അവരുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ത്രീ. അജയ്, ജാനകിക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അനാഥയാണെന്ന് അവളെ പരിഹസിച്ചതിനുള്ള ശിക്ഷ. അപ്പോൾ വീണ്ടും അജയ് ചോദിക്കുകയാണ്, നിരഞ്ജന ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഉണ്ണിത്താൻ സാർ അറിഞ്ഞിട്ടാണോ? അയാൾ പിന്നീടാണ് അറിഞ്ഞത്. അവളെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് അയാൾ അച്ഛന് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ കാലുമാറി. മകൾക്കൊപ്പം നിൽക്കുമെന്ന് അയാൾ അച്ഛനെ വിളിച്ചു പറയുകയും ചെയ്തു. നിരഞ്ജനയ്ക്ക് അതിരട്ടി കരുത്തായി. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, അല്ല, ആരാണ് ഇപ്പുറത്തെ വക്കീല്? ഉടനെ അപർണ, ഞങ്ങളുടെ വക്കീലിൻ്റെ പേര് അജയ് സൂര്യനാരായണൻ. ഇത് കേട്ടുകൊണ്ട് അജയ് ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. ജാനകിയും അബിയും പൊന്നും കൂടി പ്രഭാവതിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രഭാവതി ജാനകിയോട് ചോദിക്കുകയാണ്, നിന്റെ അമ്മയ്ക്ക് സുഖമല്ലേ? അവരെ അളകാപുരിയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താ മടിക്കുന്നത്? അപ്പോൾ ജാനകി അബിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, എൻ്റെ അമ്മയെ കണ്ടെത്തിയ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മേ, ഓർമ്മകൾ നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോഴെൻ്റെ അമ്മ. ആരോടും അമ്മ സംസാരിക്കില്ല. അപ്പോൾ പൊന്നു പറയുകയാണ്, അച്ചമ്മയ്ക്ക് അമ്മമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കമ്മേ. ആ, അമ്മയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് പറഞ്ഞുകൊണ്ട് ജാനകി തൻ്റെ ഫോൺ എടുത്ത് രാധാമണിയുടെ ഫോട്ടോ പ്രഭാവതിയെ കാണിക്കുകയാണ്. ആ ഫോട്ടോ കാണുമ്പോഴേക്കും പ്രഭാവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് കാണുന്നത് അപർണയുടെ മുൻപിൽ നിന്നുകൊണ്ട് അജയ് പറയുകയാണ്, ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അജയ് അപർണയുടെ കൈപിടിച്ച് കുലുക്കുന്ന രംഗങ്ങളോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.